ഘടനാപരമായി നോക്കുമ്പോൾ ആദിമ മനുഷ്യ സമൂഹങ്ങൾ തൊഴിൽ വിഭജനം വളരെ കുറഞ്ഞതും അസംഘടിതവുമായിരുന്നു. വ്യക്തികളുടെ ഒരു കൂട്ടം എന്നതിലുപരി ഇന്നു കാണുന്നത് പോലെയുള്ള സാമൂഹിക കെട്ടുറപ്പ് ആദിമ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സങ്കീർണതകൾ കൂടിയ ആധുനിക സാമൂഹിക വ്യവസ്ഥ പരിണാമ പ്രക്രിയയുടെ ഫലമായാണ് രൂപം കൊണ്ടത്. ആദിമ സമൂഹങ്ങളിൽ തൊഴിൽ വിഭജനം കാര്യമായി ഉണ്ടായിരുന്നില്ല. സ്ഥിരമായ താവളങ്ങളില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതോടുകൂടി ഒരു നിശ്ചിത സ്ഥലത്തു സ്ഥിരമായി വസിക്കുവാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് സാമൂഹിക ഘടനയ്ക്ക് വികാസം ഉണ്ടായത്. ഒരു കൂട്ടർ കൃഷിയിൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ മറ്റു ചിലർ വസ്ത്രനിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആയുധ നിർമ്മാണം തുടങ്ങിയ വിവിധങ്ങളായ കലകളിൽ ഏർപ്പെട്ടു. പരസ്പര ആശ്രയമില്ലാതെ ഒരു വ്യക്തിക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന ഒരവസ്ഥയാണ് ഇതുമൂലം സംജാതമായത്. ആധുനിക യുഗത്തിൽ ഓരോ പ്രവൃത്തിക്കും പ്രത്യേകമായ അറിവ് ആവശ്യമാണെന്ന് വന്നതോടുകൂടി മനുഷ്യർ തമ്മിലുള്ള സഹകരണവും കൂടി വന്നു. സാമൂഹിക പരിണാമത്തിൻ്റെ ഫലമായാണ് ഈ പരസ്പര ആശ്രിതത്വം ഉടലെടുത്തത് എന്ന കാര്യമാണ് ഹെർബർട്ട് സ്പെൻസർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഓർഗാനിക് അനലോഗി എന്നുള്ളത്. ഈ ഓർഗാനിക് അനലോഗിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയ സിദ്ധാന്തം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ജൈവപരമായ സാദൃശ്യ സിദ്ധാന്തം എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഹെർബർട്ട് സ്പെൻസറിനെ സംബന്ധിച്ചിടത്തോളം, അറിവിൻ്റെ എല്ലാ മേഖലകളെയും കുറിച്ചുള്ള തൻ്റെ അന്വേഷണത്തിൽ ഹെർബർട്ട് സ്പെൻസർ അതിൻ്റെ സാമൂഹിക പരിണാമത്തെക്കുറിച്ചുള്ള ആശയം പ്രയോഗിച്ചു. മനുഷ്യ സമൂഹത്തെ ഒരു ജീവിയുമായി താരതമ്യപ്പെടുത്തി പഠനം നടത്തുകയും അത് വിശകലനം ചെയ്ത് ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപീകരിക്കുകയും ചെയ്യുകയാണ് പ്രധാനമായും ഹെർബർട്ട് സ്പെൻസർ ചെയ്തത്. ഇപ്പോൾ സ്പെൻസർ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് മനുഷ്യജീവി സിദ്ധാന്തം അഥവാ ദ തിയറി ഓഫ് എ സോഷ്യൽ ഓർഗാനിസം എന്നുള്ളത്. സമൂഹത്തെക്കുറിച്ചുള്ള പരിണാമത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാതൃക എന്ന നിലയിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സമൂഹത്തെ ഒരു ജീവിയുമായി താരതമ്യം ചെയ്യുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ജീവിക്ക് ധാരാളം ഘടകങ്ങൾ കൂടിച്ചേർന്ന സവിശേഷമായ ഒരു ഘടനയും ഘടകത്തിൻ്റെയും വ്യക്തമായ ധർമ്മങ്ങൾ, അതായത് ഓരോ ഘടകത്തിനും വ്യക്തമായ ധർമ്മങ്ങളും ഉണ്ട്. സമൂഹത്തിലും പല ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു ഘടനയും അതിനുള്ള ഓരോ ഘടകത്തിനും സവിശേഷതകളായ ധർമ്മങ്ങളും ഉണ്ട് എന്ന അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാദൃശ്യം അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നത്. ജീവിയും സമൂഹവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ അവ തമ്മിൽ സാദൃശ്യങ്ങളും മറ്റു ചില കാര്യങ്ങളിൽ വൈജാത്യങ്ങളും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതേക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. സാദൃശ്യങ്ങൾ പ്രധാനമായും ജീവികളെയും സമൂഹങ്ങളെയും നിർജീവ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവയ്ക്ക് വളരുവാനുള്ള കഴിവുണ്ട് എന്നതാണ്. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ജീവികൾക്കും സമൂഹങ്ങൾക്കും വലിപ്പം കൂടുകയും ആന്തരിക ഘടന കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുന്നു. ആദിമ സമൂഹങ്ങളുടെ ഘടന തൊഴിൽ വിഭജനം വളരെ കുറഞ്ഞതും ലളിതവുമായിരുന്നു. ഓരോ വ്യക്തിയും തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കുവാനോ നേടിയെടുക്കുവാനോ പര്യാപ്തനായിരുന്നു. എന്നാൽ സാമൂഹിക പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ തൊഴിൽ വിഭജനം വർദ്ധിക്കുന്നതും സാമൂഹിക ബന്ധങ്ങൾ സങ്കീർണമാകുന്നതും കാണാം. വിവിധങ്ങളായ സാമൂഹിക സ്ഥാപനങ്ങളാണ് ആധുനിക സമൂഹത്തിലെ വൈവിധ്യങ്ങളായ കടമകൾ നിർവഹിക്കുന്നത്. സമൂഹത്തിൻ്റെ ഈ രീതിയിലുള്ള വളർച്ചയ്ക്ക് ജനസംഖ്യ വർധനവും കാരണമാകുന്നുണ്ട്. ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികളിലേക്കും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുള്ള അവയവങ്ങളുടെ വികാസത്തിലേക്കും നയിച്ച പരിണാമ പ്രക്രിയ തന്നെയാണ് സമൂഹത്തിലും സംഭവിക്കുന്നതെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. ഘടനാപരമായ വളർച്ചയോടുകൂടി തന്നെ ജീവികളിലെയും സമൂഹത്തിലെയും ഓരോ ഘടകത്തിൻ്റെയും ധർമ്മങ്ങളും പ്രവൃത്തികളും കൂടുതൽ സങ്കീർണമാകുന്നു. പരിണാമ പ്രക്രിയയിലെ താഴെത്തട്ടിലുള്ള ജീവികളുടെ ഘടന വളരെ ലളിതമാണ്. ഏകകോശ ജീവികളിൽ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കോശമാണ് നിർവഹിക്കുന്നത്.
എന്നാൽ ബഹുകോശ ജീവികളിൽ ഓരോ ശാരീരിക പ്രവർത്തനത്തിനും ഓരോരോ അവയവങ്ങൾ കാണപ്പെടുന്നു. സമൂഹങ്ങളുടെ കാര്യത്തിൽ ഇത്തരമൊരു മാറ്റം ദൃശ്യമാണ്. ആദിമ സമൂഹങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. കുട്ടികളുടെ ജനനം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം തുടങ്ങിയ എല്ലാ പ്രക്രിയകളും ആ കുടുംബാംഗങ്ങളിൽ തന്നെയാണ് നിർവഹിക്കപ്പെട്ടു പോന്നിരുന്നത്. കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവ നിർവഹിക്കപ്പെട്ടിരുന്നത്. എന്നാൽ വ്യാവസായിക സമൂഹങ്ങൾ ഇത്തരം ധർമ്മങ്ങൾക്ക് ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽശാലകൾ തുടങ്ങിയ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അവ നിലവിൽ വന്നു. അവയുടെ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. സമൂഹത്തിൻ്റെ വളർച്ചയിലും ജീവിയുടെ വളർച്ചയിലും ചുറ്റുപാടുകളുടെ സ്വാധീനം വളരെ പ്രകടമാണ്. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി വിവിധ അവയവങ്ങൾ വികസിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഒരു ജീവിയുടെ ജീവൻ നിലനിർത്തുന്നതിനായി യോജിച്ച് പ്രവർത്തിക്കുന്നതായി കാണാം. സമൂഹത്തിലും ഇത്തരത്തിലുള്ള ഒരു യോജിപ്പ് സാമൂഹിക സ്ഥാപനങ്ങൾ തമ്മിൽ കാണാവുന്നതാണ്. മതസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും മൊത്തമായ വികസനത്തിന് യോജിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിന് വൈദേശിക ആക്രമണം മൂലമോ ഭൂകമ്പം പോലെയുള്ള പ്രകൃതിക്ഷോഭം മൂലമോ ഘടനയിൽ മാറ്റം വന്നാലും ചില ഘടകങ്ങൾ തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് കുടുംബം എന്ന അടിസ്ഥാന ഘടകം ഏതെങ്കിലും രീതിയിൽ നിലനിൽക്കുന്നു. ഇത്തരമൊരു സമാനത ജീവികളിലും കാണാം. ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടാലും ഒരു ജീവിയുടെ മരണം സംഭവിക്കണമെന്നില്ല. ഒരു ജീവിയുടെ ചില അംഗഘടനകളെ സമൂഹത്തിൻ്റെ അംഗഘടനകളുമായി സാദൃശ്യം ചെയ്തു പഠിക്കാം. ഉദാഹരണമായി ഒരു ജീവിയുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം സമൂഹത്തിൻ്റെ പൊതുവിതരണ സമ്പ്രദായവുമായി, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി താരതമ്യം ചെയ്യാം. നാഡീവ്യൂഹത്തെ സമൂഹത്തിലെ വാർത്താവിനിമയ സംവിധാനവുമായി താരതമ്യം ചെയ്യാം. ഒരു ജീവിയുടെ ജീവകോശങ്ങളെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ കുടുംബങ്ങളുമായി താരതമ്യം ചെയ്യാം. ഒരു ജീവിക്ക് തുല്യമായ ഒരു രാഷ്ട്രം എന്ന സങ്കല്പവും ഇത്തരമൊരു പഠന രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. ഇത്തരത്തിൽ വളരെ സവിശേഷതയാർന്ന ചില ആശയങ്ങളാണ് ഹെർബർട്ട് സ്പെൻസർ തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഈ ഓർഗാനിക് അനലോഗി എന്ന ആശയത്തിന് കീഴിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓർഗാനിസവും സമൂഹവും തമ്മിൽ സമാനതകൾ മാത്രമല്ല വൈജാത്യങ്ങൾ അഥവാ ഡിഫറൻസസും ഉണ്ട് എന്ന കാര്യം ഹെർബർട്ട് സ്പെൻസർ സമ്മതിക്കുന്നു. ഒരു ജീവിയിൽ എല്ലാ ഘടകങ്ങളും വേർപെടുത്താനാകാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഒരു സമൂഹത്തിൽ ഓരോ ഘടകവും സ്വതന്ത്രവും പലയിടങ്ങളിലായി വിന്യസിക്കപ്പെട്ടതുമാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ എല്ലായിടത്തുമായി ചിതറിക്കിടക്കുന്നു. വിവിധ സാമൂഹിക സ്ഥാപനങ്ങളായ വിദ്യാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയും സ്വതന്ത്രമായ രീതിയിൽ പലയിടത്തായി കാണപ്പെടുന്നു. എന്നാൽ ഒരു ജീവിയിൽ തലച്ചോറ്, ഹൃദയം, കരൾ എന്നീ ശാരീരിക ഭാഗങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പ് ഇല്ല. ഇത്തരത്തിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാനായി കഴിയും. ഒരു ജീവിയിൽ ഓരോ പ്രവർത്തനത്തിനും പ്രത്യേകം ഭാഗങ്ങളുണ്ട്. ഒരു ഘടകത്തിന് മറ്റൊരു ഘടകത്തിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല. ഉദാഹരണമായി തലച്ചോറാണ് ഒരു ജീവിയുടെ ബോധാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൽ ഇതല്ല സ്ഥിതി. ഭരണകൂടത്തെ തലച്ചോറുമായി താരതമ്യം ചെയ്യാമെങ്കിലും സാമൂഹിക ബോധം അല്ലെങ്കിൽ ചിന്ത എന്നത് ഭരണകൂടത്തോടൊപ്പം മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. എല്ലാ അംഗങ്ങൾക്കും ചിന്തിക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ട് സാമൂഹിക ബോധം സമൂഹത്തിൽ ചിതറിക്കിടക്കുന്നതായി കാണാൻ കഴിയും. ഒരു ജീവിക്ക് അതിൻ്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയുന്നത് എല്ലാ ഘടകങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം മൂലമാണ്. അതായത് ഓരോ ഘടകത്തിൻ്റെയും ആത്യന്തികമായ ധർമ്മം ജീവിയുടെ നിലനിൽപ്പാണ്. എന്നാൽ ഒരു സമൂഹത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. സമൂഹങ്ങൾ നിലവിൽ വരുന്നത് തന്നെ വ്യക്തികളുടെ കൂട്ടായ ജീവിതത്തിന് ആവശ്യമായ സംവിധാനം എന്ന നിലയിലാണ്. വ്യക്തികൾക്ക് വേണ്ടി സമൂഹം നിലനിൽക്കുന്നു എന്ന് നമുക്ക് ചുരുക്കി പറയാനായിട്ട് സാധിക്കും. ഒരു ജീവിയിൽ ഓരോ അവയവത്തിനും ഒരു നിശ്ചിത സ്ഥാനത്ത് മാത്രമേ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു സമൂഹത്തിലാകട്ടെ ഓരോ ഘടകത്തിനും സ്ഥാനചലനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. സമൂഹത്തിൻ്റെ ഘടകങ്ങളായ വ്യക്തികൾ, കുടുംബങ്ങൾ, വ്യത്യസ്ത സംഘടനകൾ എന്നിവയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. സമൂഹത്തിലെ ഓരോ ഘടകവും സമൂലമായ
പരിഷ്കാരങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ഘടനയിലോ പ്രവർത്തനത്തിലുള്ള മാറ്റം സമൂഹത്തെ കാര്യമായി ബാധിക്കാറില്ല. ഇതല്ല ഒരു ജീവിയുടെ അവസ്ഥ. ഏതെങ്കിലും ഒരു ഘടകത്തിലുണ്ടാകുന്ന ചെറിയതോ വലിയതോ ആയ ഏത് മാറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കാം. അത്തരത്തിൽ ഒരു ജീവനുള്ള ജീവിയും സമൂഹവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.